ഫാസ്റ്റ് ഓൺ റിപ്പോർട്ട്. പെരുന്നാളിന് പെൻഷൻ ലഭിക്കാത്തതിൽ സഹകരണ സംഘങ്ങൾക്ക് വീഴ്ചയില്ല. സർക്കാർ ഉത്തരവ് വൈകിയതും ട്രഷറിയിൽ പണമെത്താൻ വൈകിയതുമാണ് പെൻഷൻ വൈകാൻ കാരണം. സർക്കാർ ഉത്തരവുകളുടെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. മെയ് 19 സർക്കാർ പെൻഷൻ നൽകാൻ തീരുമാനിക്കുന്നത്. പെരുന്നാളിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ മെയ് 25 സഹകരണ ജോയിന്റ് രജിസ്ട്രാർമാരുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത ഉത്തരവാകുന്നത്. സർക്കാർ ജാള്യത മറയ്ക്കാനാണ് സഹകരണ സംഘങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതെന്ന് കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ആരോപിച്ചു. വീഴ്ച പറ്റിയത് സർക്കാരിന് തന്നെയാണ്. കഴിഞ്ഞ തവണയൊക്കെ പെരുന്നാളിന് മുൻപ് പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇക്കുറി ആ പെൻഷൻ നൽകാനുള്ള ഉത്തരവ് വൈകിയതാണ്. പ്രത്യേകിച്ച് അവധി ദിവസങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ കൃത്യമായി പെൻഷൻ കൊടുക്കാതിരുന്നതിന് കാരണം. അതിന് സഹകരണ സ്ഥാപനങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ലെന്നാണോ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, ഈ സഹകരണ സംഘങ്ങൾക്ക് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന സർക്കാർ ഉത്തരവ് തന്നെ തെളിവാണ്. 19/5/2026 സർക്കാർ പെൻഷൻ നൽകണമെന്നുള്ള ഉത്തരവിറക്കിയിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ പെൻഷൻ നൽകാൻ ആവശ്യമായിട്ടുള്ള പണം ട്രഷറികളിലേക്ക് അന്ന് കൈമാറ്റം ചെയ്തിട്ടില്ല. 23/5/2026 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി എത്ര പണം വേണം എന്നുള്ള കാര്യം വിലയിരുത്തിക്കൊണ്ട് അതിനകത്ത് ഒരു തീരുമാനമെടുക്കുന്നത്. 25-ാം തീയതിയാണ് എല്ലാ ജില്ലാ സഹകരണ സംഘങ്ങളുടെ സബ് രജിസ്ട്രാർമാരുടെയും അക്കൗണ്ടുകളിലേക്ക് പണം എത്തുന്നത്. പിന്നീട് ഈ പറയുന്ന 26-ാം തീയതി ഒരു ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. 27-നും 28-നും സർക്കാർ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവധി നൽകിയ സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു ദിവസം മാത്രമാണ് ഈ പറയുന്ന അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയതിനു ശേഷം ലഭിച്ചിട്ടുള്ളത്. അതിലും പല സഹകരണ സംഘങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ആ ഒരു ദിവസത്തിനകം തന്നെ പണം പോയിട്ടില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും കൃത്യമായ രീതിയിൽ സർക്കാർ ഉത്തരവ് തന്നെ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ സഹകരണ സംഘങ്ങൾക്ക് ഈ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഴ്ച സംഭവിച്ചിട്ടില്ല. അതിനകത്ത് ജൂൺ 5-ാം തീയതിക്കകം പൂർത്തിയാക്കിയാൽ മതി എന്നുള്ള ഒരു കാര്യം കൂടി, അതായത് 25-ാം തീയതി തുടങ്ങി ജൂൺ 5-ാം തീയതിക്കകം പൂർത്തിയാക്കിയാൽ മതി എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ ആ ഉത്തരവിൽ പറയുന്നുണ്ട്. ഇനിയും ഈ പറയുന്ന രീതിയിൽ ദിവസങ്ങൾ ബാക്കിയാണ് ഈ പറയുന്ന പെൻഷൻ കൊടുത്തു തീർക്കാൻ. സഹകരണ സംഘങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. 15-ാം തീയതി ജൂൺ 15-ാം തീയതിക്ക് ശേഷം മാത്രം കൊടുക്കാൻ ബാക്കിയുള്ള പണം തിരികെ അടച്ചാൽ മതി എന്നുള്ള കാര്യം കൂടി ആ ഉത്തരവിൽ വ്യക്തമാണ്. എന്തായാലും സഹകരണ സംഘങ്ങൾക്ക് വീഴ്ചയില്ല എന്ന റിപ്പോർട്ടാണ് അർജുൻ കല്യാട് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ വെറുതെ വഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്തരവ് കുറച്ച് ദിവസം മുമ്പ് ഇട്ടിരുന്നെങ്കിൽ അവധി ദിവസങ്ങൾ കൂടി മുൻകൂട്ടി കണ്ട് കൃത്യമായി ഈ പണം നമ്മുടെ ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തുമായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ജൂൺ 5-ാം തീയതി വരെ സമയമുണ്ട്.